ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് സോണി പ്ലേസ്റ്റേഷൻ 4 പ്രോ 1 TB കൺസോളാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് തരും വിത്ത് ഡൈനാമിക് 4K ഗെയിമിങ്ങിന്. വിത്ത് ഡ്യുവൽ ഷോക്ക് 4 വയർലെസ് കൺട്രോളർ കൂടെയുണ്ട്. ഇതൊരു വൈബ്രേഷൻ മെക്കാനിക്സ് ആണ്. നിങ്ങൾക്ക് കളിക്കുന്ന സമയത്ത് ജോൾട്ട്, ഷെയ്ക്ക്, റംബിളിൻ്റെ ഫീൽ ശരിക്കും കിട്ടും. 1 TB ആണ് സ്റ്റോറേജ് മീഡിയ. ഇതിൻ്റെ പ്രൊസസ്സർ AMD ഒക്ടാ-കോർ CPU ആണ്. x86 64 ആർക്കിടെക്ചറാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഫീച്ചർ. ക്ലോക്ക് സ്പീഡ് അപ് ടു 2.13 GHz ആണ്. അൾട്രാ ഫാസ്റ്റ് സ്പീഡാണ്. അതിൻ്റെ GPU AMD Radeon ആണ്. 4.2 teraflops ആണ് ഗ്രാഫിക്സ് പ്രോസസ്സിങ്. ആൻഡ് 8GB GDDR5 റാം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് ഷട്ടർ ഫ്രീ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. 4K ഗെയിമിംഗ് യഥാർത്ഥത്തിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് UHD റെസൊല്യൂഷനിൽ 3840x2160 പിക്സലിൽ കിട്ടും. ഇതിനോടൊപ്പം കിട്ടുന്ന അക്സസറീസാണ് ഇതൊക്കെ കാണുന്നതെല്ലാനും. കേബിൾസ്, ഹെഡ്സെറ്റ്, HDMI കേബിള്, ബുക്ക്ലെറ്റ് എല്ലാം ഉണ്ട്. വിത്ത് 1 പ്ലേ ഗെയിമും കൂടെ ഉണ്ട്. ഇതിനോടൊപ്പം ഞാനൊരു വേറെ അഡീഷണൽ ഗെയിമും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ പ്ലേ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ദ സോണി പ്ലേസ്റ്റേഷൻ. ബ്ലാക്ക് എഡിഷനാണ്. കുറച്ച് ഹെവിയാണ് സംഭവം, വളരെ ഹെവി എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു ടവർ ലൊക്കേഷനായിട്ട് നിൽക്കുന്നത്. ഹൊറിസോണ്ടലായും ഡെസ്ക്ടോപ്പായിട്ടും നമുക്ക് വെക്കാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് ഈ വക കേബിളുകൾ. പവർ കേബിള്, HDMI കേബിള്, ചാർജിങ് കേബിള്, പിന്നെ ഒരു ചെറിയ മോണോ ഹെഡ്സെറ്റ് മാത്രം ചെറിയൊരു ലോ ക്വാളിറ്റി പോലെ എനിക്ക് തോന്നി. ഇതാണ് PS4ൻ്റെ മാനുവല്. അടിപൊളി. ഓരോ ഗെയിമിൻ്റെയും വിവിഡ് ടെക്സ്ചേഴ്സ്, ഡീപ്പ് ഷാഡോസ്, ഹൈ ഫിഡലിറ്റി എല്ലാനും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും എല്ലാ ഗെയിംസിനും. ഇത് ഓരോരോ കാര്യങ്ങളുടെ കണക്ഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഈ പ്രോഡക്റ്റ് അല്ലാതെ കുറച്ചുകൂടി അഡീഷണൽ പൈസ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ആയിട്ട് 3D എഫക്ട്സോടുള്ള ഗ്ലാസും മറ്റുള്ള കാര്യങ്ങളും കിട്ടും. അത് ഇതിനോടൊപ്പം തന്നെ അഡീഷണലായിട്ട് മേടിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് പ്രൊഡക്റ്റ് വാറണ്ടി. 1 ഇയർ വാറണ്ടി ഉണ്ട്, ജംബോ വാറണ്ടി. ഇത് ഓരോരോ കേബിളുകളും കാര്യങ്ങളുമാണ് ആസ് യൂഷ്വൽ. ഇതാണ് മോണോ ഹെഡ്സെറ്റ്. ഇതാണ് സോണി പ്ലേസ്റ്റേഷൻ്റെ കൺസോള്. ഫ്രണ്ട് സൈഡിൽ 2 USB പോർട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ചെറിയ രീതിയിൽ കാണാം പവർ ബട്ടണും പിന്നെ CD എജക്ഷൻ പിന്നും. ഇത് ട്രേ ടൈപ്പ് അല്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് CD ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അകത്തേക്ക് സക്ക് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണിത്. ഇതിൽ ചെറിയ പാരൽ രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്വിച്ച് എല്ലാനുള്ളത് വളരെ ചെറിയ നാരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2 USB പോർട്ട്. ഇത് ഡ്യുവൽ ഷോക്ക് 4 വയർലെസ് കൺട്രോളറാണ്. വിത്ത് ഇൻറ്റഗ്രേറ്റഡ് ടച്ച് പാഡ് കൺട്രോളർ കൂടിയുണ്ട്. ഇത് പല ഗെയിമുകൾക്കും സ്വൈപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ബാറും ഉണ്ട്. പലവിധ കളർ ചേഞ്ചസ് ഉണ്ടാകും ഡിപ്പെൻഡിങ് അതിൻ്റെ ഗെയിംസിൻ്റെ സിനാരിയോ അനുസരിച്ച് അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം മാറും. ഇത് വയർലെസ് ഗെയിം പാഡാണിത്. ചാർജ് ചെയ്യാൻ USB-യുമായിട്ട് കണക്റ്റ് ചെയ്ത് ചാർജിന് വെച്ചതിന് ശേഷം നമുക്ക് വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നോർമൽ 3-pin പവർ കേബിള്, സോണി പ്ലേസ്റ്റേഷൻ്റെ ലോഗോ. ഇതാണ് സംഭവം. ഇതിൽ അനലോഗ് സ്റ്റിക്കും ട്രിഗേഴ്സും ഉണ്ട് എക്സ്റ്റൻഷൻ ഫീഡ്ബാക്ക് ആയിട്ട്.
ഗെയിം ചാപ്റ്റർ അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒത്തിരി ബട്ടൺസുകളുണ്ട്. ആദ്യ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പിന്നീട് എക്സ്പീരിയൻസ് ആയി കിട്ടുന്നതാണ്. ഈ ലൈറ്റ് ഓരോ ഗെയിമിൻ്റെ സിനാരിയോ അനുസരിച്ച് മാറുന്നതാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ലൈറ്റ് കത്തുക. ചെറിയ നാരോ രീതിയിലാണ് ലൈറ്റ്. ഇത് പവറിന് വേണ്ടി കൊടുക്കുന്നതാണ്, ചാർജിന് വേണ്ടിയിട്ട്. വൺസ് ചാർജ് കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഷെയ്ക്കിംഗ് ആണ്. ഒരേ ഗെയിമിന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കത് ഫീൽ ചെയ്യും, റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. സിസ്റ്റം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഇൻസ്റ്റാളേഷൻസും പവർ സെറ്റിങ്സും ഇമെയിലും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഒരേ CD ഇടുമ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വൺസ് ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് CD ആവശ്യം വരും. അതിനുശേഷം CD ആവശ്യം വരുന്നില്ല. ഈ സെറ്റപ്പെല്ലാം ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും എല്ലാം സെറ്റപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ വളരെ എളുപ്പത്തിന് സാധിക്കും. ഇതുപോലെ എല്ലാവരും സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യമായിട്ട് 4K റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യേണ്ടി വരും. എൻ്റെ ഈ TV 4K റെസൊല്യൂഷനുള്ള LGയുടെ 43 ഇഞ്ച് TV ആണ്. വിത്ത് ഹോം തിയേറ്ററും ഉണ്ട് എൻ്റെ കയ്യിൽ. ഹോം തിയേറ്റർ 5.1 LGയുടെ തന്നെയാണ്. 3D ഹോം തിയേറ്ററാണ്. ബ്ലൂറേ ആണ് എൻ്റെ ഹോം തിയേറ്റർ. അപ്പോൾ ഇതുപോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ വളരെ റിയലിസ്റ്റിക്കായിട്ട് 3D ഹോം തിയേറ്ററിൽ നല്ല എഫക്റ്റീവായിട്ട് കിട്ടും 4Kയിൽ. അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാനുള്ള കാരണം. ഇതിന് ശേഷം സോണി PlayStation 5 ഇറങ്ങിയിട്ടുണ്ട്. അത് 8K റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും നമ്മൾ കൺട്രോളർ ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യണം. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇതെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻസ്റ്റാളേഷൻ എല്ലാവരും നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആവശ്യമാണ്. വൈഫൈ നെറ്റ്വർക്ക് ആയാലും കേബിൾ നെറ്റ്വർക്ക് ആയാലും കണക്ഷൻ ചെയ്യാനുള്ള ബാക്ക് സൈഡിൽ എല്ലാവിധ പോർട്ടുകളുമുണ്ട്. ഇൻസ്റ്റാളേഷന് കുറച്ച് ടൈം എടുക്കും. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഇത് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് TVയുടെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഏത് രീതിയിൽ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സോണി PlayStationലുള്ളത്. ഇതിനോടം കിട്ടിയ ഇതാണ് ഡേഗോൺ. അതിനുശേഷം ഞാൻ മേടിച്ചത് സ്പൈഡർമാനാണ്. ഈ രണ്ട് ഗെയിമുകളും നമുക്കിട്ട് കാണാം. ഇതാണ് ഷിപ്പിംഗ് മോഡ്. പല ഗെയിമുകൾക്കും ഈ ഷിപ്പിംഗ് മോഡ് വളരെ പ്രയോജനം ചെയ്യും. ട്രിഗറുണ്ട്, അനലോഗും ഉണ്ട്. ഇതിൻ്റെ ബട്ടൺസുകൾ ഫ്രണ്ട് സൈഡിലുമുണ്ട് ബട്ടൺസുകളെല്ലാം. ഇതുപോലെ ഫസ്റ്റ് ടൈം ഒരേ ഗെയിമുകൾ ഇടുമ്പോൾ നമുക്കതിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നതാണ്. കൺഫ്യൂഷൻ ഇല്ലാതെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കും. No, Leon's been fencing shit to Copeland for a long time. Finally caught up with him. Hey, wait. Hold up. Shit. Alright, let me see. Wait, here. Down this way. Tracks are fresh. Where the hell did you learn to track shit anyway? Used to go elk hunting with my old man when I was a kid. Ended up tracking shit for miles. Holy shit! Get down!
സൂപ്പർ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് നമുക്ക് സ്പൈഡർമാൻ ചെക്ക് ചെയ്യാം. സ്പൈഡർമാൻ ഒരുപാട് ബട്ടൺസുകൾ യൂസ് ചെയ്തതിൻ്റെതായിട്ട് വരും. ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതിനെക്കുറിച്ച്. ഇതാണ് ഇതിൻ്റെ ബട്ടൺസുകൾ എല്ലാം. സ്പൈഡർമാനിൽ ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നുണ്ട് ഓരോരോ ബട്ടൺസുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്. ഈ ഹെഡ്സെറ്റ് ആവശ്യമെങ്കിൽ കൺട്രോളറിൽ കണക്ട് ചെയ്ത് നമുക്ക് സിംഗിളായിട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫസ്റ്റ് നമ്മളുടെ ഇൻസൈഡിലുള്ള ഹാർഡ് ഡിസ്കിലേക്കാണ് കോപ്പി ആവുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഡൗൺലോഡിനും, പിന്നെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേഷനും ചെയ്തതിന് ശേഷമാണ് പ്ലേ ആവുന്നത്. അതല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കും. Well, listen, I'm not the best person to help with relationship problems. It's not like that. I think she's involved with bad people. Rodrigo might be in real trouble. He's scared, but he won't tell me anything. I can check it out. Any idea when he's meeting her next? Tonight, by the detox center in Greenwich. Okay. Don't worry, Carmen. I'll find out what's going on. Detox center's not far. Carmen just sent me Rodrigo's picture. Let's see if I can find him. This is her. You better not hold anything back. Why would I? If that picture gets out, my life's over. Bad angle. To get it straight on. Oh, super. Very nice. Huh. Hey! IRS harvest all the gas. You trim from a barber, you need a lumberjack. Cut down a forest and feed with our axes. We'll have you ready off. Yeah, that'll work. What are you talking about? Sounds like she's blackmailing him. She mentioned something about plans. My husband works security at a casino in Atlantic City. She could be planning a heist, but I'll need more evidence before I can do anything. നിങ്ങൾക്ക് റിയൽ ലൈക്ക് വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ സോണി പ്ലേസ്റ്റേഷൻ Regret your life choices yet? Get back down here! Thank you very much for watching my video. You're so cute when you're oblivious. Hold it back! Stalin, I'm still purging. I thought the IT guys in my last job were rude.